ഗൈസ് വെൽക്കം ബാക്ക്. എന്നാ ഉണ്ട്, സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഇരിക്കുന്നതുണ്ടോ? വളർന്നു ആ തെന്നടിച്ച് പോകാതിരുന്നാൽ മതി, എനിക്ക് അത്രയേ ഉള്ളൂ പേടി. എന്തായാലും ഗൈസ് എന്നാ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നോ? അതുകൊണ്ട് ഒരാളിങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ അമ്മ വീട്ടിലായിരുന്നു. അമ്മ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി. ഞാനൊരു പുതിയ ക്രോക്സൊക്കെ വാങ്ങി. ഞാൻ വാങ്ങിച്ചല്ല, ചേച്ചി വാങ്ങിച്ചത്. ഇന്ന് ഞാൻ ഇയാൾക്ക് ഫുഡ് വാങ്ങിക്കാനായിട്ട് പോകണം. അപ്പോൾ ഫുഡ് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാനുണ്ട് അവിടെ. അപ്പോൾ അതെടുക്കണം. അവിടെ കുറേ കാര്യങ്ങളുണ്ട് കാണാൻ. നിങ്ങൾ പറഞ്ഞിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേർഡ്സിനെ അല്ലെങ്കിൽ അക്വേറിയം ഫിഷുകൾ അല്ലെങ്കിൽ ഡോഗ്, ക്യാറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ റെക്കമെൻഡ് ദിസ് പ്ലേസ് ടു ഗോ ഫോർ യു ആൻഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഫുഡ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് രാവിലെ ഇപ്പോൾ ഒരു 8 മണി 8:15 ആയിട്ടേ ഉള്ളൂ. ഒരു 10 മണി ആകുമ്പോഴത്തേക്കിന് ഇറങ്ങിയിട്ട് ഫുഡ് വാങ്ങിച്ച് പപ്പച്ചൻ്റെ സാധനങ്ങൾ വാങ്ങിച്ച് കിണറിന് വേണ്ടി സാധനം വാങ്ങിച്ച് പിന്നെ തിരിച്ച് വന്നിട്ട് ലാസ്റ്റ് മേളിൽ പോയി ഫുൾ പരിപാടിയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അന്നേരം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ ശരി ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കിളിയെ വാങ്ങിച്ച കടയിൽ വരെ വന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ കിളികളൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ഇതുവരെ ഞാനിവിടെ ഇങ്ങനത്തെ സാധനത്തിനെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ടേംഡാണ് സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സാധനത്തിന് ആദ്യം കാണിച്ചു തരാം. പിന്നെ ഷോപ്പ് ഞാൻ കുറച്ചുകൂടെ നിങ്ങളെ നല്ല രീതിക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കണ്ടിട്ടോ. കിടക്കുന്ന ഒരാളെ കണ്ടോ? ഇത് കണ്ടോ നിങ്ങൾ? ഇത് താരം ഒരാൾ കിടക്കുന്നുണ്ട്. ഹെഡ് അവിടെ കേട്ടോ. എൻ്റെ ഇവിടെ ഇഗ്വാന കിടപ്പുണ്ട്. ഗ്രീനും ഉണ്ട്. അത്യാവശ്യം ഇച്ചിരി വലുതാണ്. നല്ല രസമല്ലേ? താഴെ എന്തെങ്കിലും കിടപ്പുണ്ട്. താഴെയും ഓക്കെ ഇത് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ എന്താ കിടക്കുന്നത്? ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അല്ല, ഇവിടെയും കിടപ്പുണ്ട്. എലി കിടപ്പുണ്ട്. എലി റൈറ്റ് ഇതിന് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ബേർഡ്സിനാണെന്നുണ്ടെങ്കിലും ഫിഷിനാണെന്നുണ്ടെങ്കിലും ഡോഗ് ഫുഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, ബേർഡ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, ക്യാറ്റ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് വന്നിട്ട് നിങ്ങൾക്കൊന്ന് നോക്കാം. എൻ്റെ ഫേവറേറ്റ് കടയാണ് ഒരു വൺ സൈഡിൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ കഴിച്ച് നോക്ക്, ഒരു വലിയൊരു അക്വേറിയം. ഇതിനകത്തൊക്കെ എന്തൊക്കെ കിടക്കണമെന്ന് നോക്കി. വാവ്, നൈസ്. പിന്നെ ടാങ്കുകളുണ്ട്, പല ടൈപ്പ് ഓഫ് ടാങ്കുകളുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കുഞ്ഞന്മാർ കിടപ്പുണ്ട്. ഹായ് ഹായ് ഹായ്. ആ 2 ഞാൻ കൊണ്ടുപോയ കൊണ്ണൂറിൻ്റെ കുഞ്ഞുങ്ങൾ, അതിൻ്റെ അനിയന്മാരാണ്. അപ്പോൾ അവന്മാരും ഇവിടെ കിടപ്പുണ്ട്, ഇവന്മാരും ഇവിടെ കിടപ്പുണ്ട്. ഇവൻ എന്നെയായിട്ട് ഭയങ്കര അറ്റാക്ക്ഡ്. എന്നെ എപ്പോഴും കാണാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കണ്ടിട്ടില്ല. അതുപോലെ ഇവിടെ കുറേ ഫിഷ്, വെറൈറ്റി ടൈപ്പ് ഓഫ് ഫിഷുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ ഇത് ഫൈറ്റേഴ്സ് ഇവിടെ വരുവാണെങ്കിൽ ബ്ലാക്ക് മോർ. ഞാൻ ആക്ച്വലി ഒരു ബ്ലാക്ക് മോറിനെ എടുത്തു. അതിൻ്റെ കൂടെ നമ്മുടെ കിളിക്കുള്ള ഫുഡും എടുത്തു. രസമല്ലേ? പിന്നെ നമ്മുടെ അലിഗേറ്റർ കാർ, കിടക്കുന്ന അലിഗേറ്റർ കാർ. അപ്പോൾ അത് അത്യാവശ്യം വലുത് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നതൊന്നുമല്ല. എൻ്റെ കൈ ഇത്രേ എടുത്തുള്ളൂ. അതിൻ്റെ 2 ഇരട്ടിയുണ്ട്. എൻ്റെ കൈയുടെ ഇവിടെ വരെ കാണും. ഒറ്റ കടിച്ച് തിന്നുമായിരിക്കും എനിക്കത്. പിന്നെ കൈ രണ്ട് ഫ്ലവർ ഫിഷ്, എന്ത് ക്യൂട്ടാണ് നോക്കിയാൽ, നല്ല രസമില്ലേ? സോ കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടും.
ഇത് കൂടാണ്ട് ഇവർക്ക് ബേർഡ്സിൻ്റെ ഒരു സെക്ഷനുണ്ട്, ഡോഗ്സിൻ്റെയും ക്യാറ്റ്സിൻ്റെ ഒരു സെക്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് വന്ന് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. അതുപോലെ ഞാൻ ബേർഡ്സിൻ്റെ സെക്ഷനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. ഹലോ ഹലോ ഹലോ. ടേംഡാണ് കേട്ടോ, ഇതെല്ലാം അത്യാവശ്യം ടേംഡാണ്. സൺകുണൂർ കിടപ്പുണ്ട്, സൺകുണൂർ ബേബീസാണ് കിടക്കുന്നത്, അത്യാവശ്യം ഗ്രോണാണ്. അതേപോലെ തന്നെ നമ്മുടെ ചുട്ടുമണി റൂട്ടുള്ള രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഇവന്മാർ നല്ലതാണ്, ഇവന്മാർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കുറേ ബേർഡ്സ് കിടപ്പുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല, തത്തയാണെന്നൊക്കെ അറിയാം. പിന്നെ താഴെ നോക്കി കുഞ്ഞന്മാർ കിടക്കുന്ന നമ്മുടെ മേലുകുഞ്ഞന്മാർ, ഗിനിപിക്സ്, പിന്നെ കടക്കോഴി കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ട് ഇവിടോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന ഒരാൾ ഹലോ 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 ഹലോ. അതുപോലെ ഇവിടെ പ്രാവ് കിടപ്പുണ്ട്, ലവ് ബേർഡ്സ് കിടപ്പുണ്ട്. പ്രാവ് പിന്നെ സൺകുണൂറിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് അതുണ്ട്. ഇതാ കൊണ്ടുവന്നാണോ? ഒരു പുതിയൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഗ്രേ പാരറ്റ് കിടപ്പുണ്ട്. ഇയാളുടെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ, ഇമാരുടെ തന്നെ വേറൊരാളുണ്ട്. പിന്നെ ഇവിടെ ഒരാളുണ്ട്. ഇവിടെ എന്നെ കണ്ടപ്പോൾ തൊട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ വെച്ചാൽ എന്തുവാ എന്തോ ഞാൻ പോട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാറ്റ്സ് ഉണ്ട്, പല ടൈപ്പ് ക്യാറ്റ്സ് ഉണ്ട്. പേർഷ്യൻ പൂച്ചകളാണ് കൂടുതലുള്ളത്. അതുപോലെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജർമ്മൻ ഷെപ്പേർഡ് കിടക്കുന്നു, ജർമ്മൻ ഷെപ്പേർഡ് പപ്പി കിടപ്പുണ്ട്. തീ ഒരു ഹസ്കി കുഞ്ഞ്. എന്തുവാ പിന്നെ പേർഷ്യൻ പൂച്ച കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. എന്തുവാ അവനവിടെ കിടന്ന് എന്നെ വിളിക്കുന്നത്. പിന്നെ പഗ് കിടപ്പുണ്ട്, പഗ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാറ്റ് കിടപ്പുണ്ട്. ഹലോ ആൾ സൈലൻ്റ് കേട്ടോ. പിന്നെ ഇവിടെ രണ്ട് കുഞ്ഞന്മാർ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. എന്തുകൊണ്ട് ശിക്ഷു കിടപ്പുണ്ട്, ഇവിടെ 2 ശിക്ഷു കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്, കളിയാണ്. കുളിപ്പിച്ചൊക്കെയാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് എന്തായാലും. നല്ല ഒരു ജർമ്മൻ ഷെപ്പേർഡ് പപ്പി കുഞ്ഞു കിടന്ന് ഉറങ്ങുന്നു. എൻ്റെ ഉറക്കമാണോ? ഇവിടെ ഇമാര് നല്ല രസം. കടിക്കല് എന്നെ കടിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് കാണിച്ചിട്ടാണല്ലോ. ഞാൻ ഇവിടെ നിന്നാണ് ബേർഡ്സിനെയൊക്കെ വാങ്ങിക്കുന്നത് കൂടുതലും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ടു വിസിറ്റ്. നിങ്ങൾക്ക് കുറേ ആൾക്കാരൊക്കെ കാണാൻ പറ്റും ഇവിടെ തന്നെ. ഇതിനെ ഒന്ന് എടുത്ത് കാണിക്കാം. ഇത് എങ്ങനെ പേര് പറയുന്നേ? പൈത്തണല്ലേ? തൊടുന്നതിനൊന്നും കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ തൊടുന്നത്. നല്ല പാറ്റേണൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അതുപോലെ മേളിൽ ഒരാളും കൂടെ ഉണ്ട്, അയാളെയും കൂടി കാണിച്ചത്. ഞാൻ മുമ്പേ നിങ്ങളെ കാണിച്ചു തരാം. സോ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇതിനൊക്കെ ആരെങ്കിലും വാങ്ങിക്കൂ. ഹായ്. ഇത് കടിക്കുമോ? ഇല്ല. ഇനി നമുക്ക് ഇറങ്ങാം. എനിക്കിനി വീട്ടിൽ പോകണം, കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പോകണം. ഇവിടുത്തെ മുതലാളി വന്നിട്ടുണ്ട്. എന്നാ ഉണ്ട് മുതലാളി? സുഖമാണോ?
അപ്പോൾ നമ്മൾ കുറച്ച് ബേർഡ്സിനെ ഇതിനെയൊക്കെ പരിചയപ്പെടുത്തുമായിരുന്നു. ഓക്കെ. അപ്പോൾ ശരി, ബൈ.